എൻ്റെ പേര് പിങ്കി ചെറിയാൻ. ഞാൻ സെന്റ് ജോസഫ് കോളേജ് ഫോർ വുമൺ ആലപ്പുഴയിലെ അധ്യാപികയാണ്. ബോട്ടണിയിലെ അധ്യാപികയാണ്. സെന്റ് ജോസഫ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചും അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. മഷ്റൂം കൾട്ടിവേഷൻ, മൈക്രോഗ്രീൻ കൾട്ടിവേഷൻ, അങ്ങനെയുള്ള വിഭിന്നമായ രീതികളാണ് ഞങ്ങൾ അവിടുത്തെ കാഞ്ഞിരഞ്ചിറയും വാടക്കൽ എന്ന് പറയുന്ന 2 അഡോപ്റ്റഡ് വില്ലേജിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളിൽ എങ്ങനെയാണ് സംരംഭശീലം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഒരു ബോധവൽക്കരണ പരിപാടിയും കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് വേണം. കാരണം കുട്ടി ഡിഗ്രി ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം ഒരു ഏർണിംഗും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹൗസ് വൈഫ്, ജോലി ചെയ്യുന്ന മാതാപിതാക്കള്, അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ സംരംഭത്തിന്റെ ഒരു മാതൃക ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കാർഷികപരമായ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യും, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ കുറച്ച് സ്ലൈഡിലോട്ട് പോയ ശേഷം ഒരു ട്രെയിനിങ്ങും ഉണ്ട്, മൈക്രോഗ്രീൻ്റെ ട്രെയിനിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സംരംഭങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന വിഷയവും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയം തരാം. ആദ്യം നമുക്ക് കുറച്ച് എന്തൊക്കെയാണുള്ളത് എന്ന് പരിചയപ്പെടാം. ഓക്കെ, സംരംഭങ്ങൾ എന്തൊക്കെയാണ്, മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് എന്താണ് എന്നെ കുറിച്ചുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ എല്ലാവരുടെയും പെർമിഷനോടെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഈ സ്ലൈഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? സംരംഭകരാകാൻ എന്ത് വേണം? കാർഷിക വാണിജ്യ വ്യവസ്ഥിതി ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആദ്യമായിട്ട് എൻ്റെ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൈക്രോഗ്രീനെ കുറിച്ചാണ്. മുളകളേക്കാൾ അല്പം വലിപ്പമുള്ള ചെറിയ ചെടികളെയാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. 1-2 ഇഞ്ച് വളർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് മൈക്രോഗ്രീനെ വിളവെടുക്കാം. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ക്ലിയർ അല്ല. മൈക്രോഗ്രീൻ വിളവെടുപ്പിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സീഡുകൾ ഏതൊക്കെയാണ്? ബീട്രൂട്ട്, റാഡിഷ്, കടുക് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പയറുവർഗ്ഗങ്ങൾ. അപ്പൊ ഒരുപാട് 25ഓളം വൈവിധ്യമാർന്ന മൈക്രോഗ്രീനുകൾ ഗവേഷണം ചെയ്തിട്ടുണ്ട്. മൈക്രോഗ്രീൻ കഴിക്കുന്നതിലൂടെയുള്ള വൈറ്റമിൻസിന്റെയും വൈറ്റമിൻ സി തൊട്ട് വൈറ്റമിൻ കെ വരെയുള്ള ഗുണങ്ങൾ, ലൂട്ടിൻ, ബീറ്റ കരോട്ടീൻ എന്ന് പറയുന്ന കുറച്ച് എന്താ പറയാ ഗുണമുള്ള ക്യാൻസർ പ്രതിരോധ ശക്തി തരുന്ന കുറെ മോളിക്യൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഈ സീഡ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. സീഡ് എന്ന് പറയുന്നത് ആമസോണിൽ കാണപ്പെടുന്ന കുറച്ച് സീഡുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടോ, ഇതൊരു സീഡാണ്, മൈക്രോഗ്രീൻ. കണ്ടോ, അവർ എടുക്കുന്ന രീതികൾ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ കടുക്, ഉലുവ അങ്ങനെയുള്ള വർഗത്തിൽ പെടുന്ന വിത്തുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കടുക്, ഉലുവ, ചീര, ക്യാബേജ്, അങ്ങനെയുള്ള കുറച്ച് ലീഫി വെജിറ്റബിൾസ് ആണ് നമ്മളിവിടെ. ഇത് കടുകാണ്, കാണുമ്പോൾ തന്നെ അറിയാം. കടുകിന് പെട്ടെന്ന് തന്നെ വളരാൻ പറ്റും. കടുക് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളായിട്ടുള്ള ഒരു ഇതാണ് അല്ലെ, കോമൺ ആയിട്ട് നമുക്ക് അറിയപ്പെടുന്ന ഒരു നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിൽ കുറെ പേര് ഹൗസ് വൈഫ് ഉണ്ടാകും, ഇതിൽ കുറെ പേര് വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാകും. എന്താ പറയാ, പല കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മുടെ ഗൂഗിൾ മീറ്റിലുണ്ട്. ഇപ്പൊ ബീട്രൂട്ടിന്റെ സീഡ് തൊട്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന എന്താ പറയാ മൈക്രോഗ്രീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൈക്രോഗ്രീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? പയറ് വർഗ്ഗങ്ങൾ, ലെഗ്യൂം എന്നാണ് നമ്മൾ പറയുന്നത്, പയറ് വർഗ്ഗങ്ങൾ.
ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയാ ക്യാബേജ്, ബ്രൊക്കോളി, കെയിൽ എന്ന് പറയുന്ന മസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടുക്, സൺഫ്ലവറിന്റെ സീഡിൽ ഇച്ചിരി കയ്പുണ്ടാവും. അപ്പൊ അത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ അത് കഴിക്കുന്നത്. ബാർലി, ഫ്ലാക്സ് സീഡ്, ഇപ്പൊ ഒരുപാട് വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് സീഡ് ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. നമ്മളത് സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇത് മുളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അതിനെ സാലഡ് രൂപത്തിലാക്കുകയാണെങ്കിൽ അതത്രയും നല്ലത്. അപ്പൊ അതില് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു മൈക്രോഗ്രീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വിഷരഹിതമായിട്ടുള്ള എന്താണ് ഗ്രീൻ ലീഫാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ലെ, മുളപ്പിച്ച സീഡാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പൊ അതിലൂടെ അത് ഇപ്പൊ കുറച്ച് ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടെ. വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ മുളച്ചാലും നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല. അത് ഇതുപോലെ മിക്സിയിലിട്ട ശേഷം അതിനൊരു സിറപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സിയിൽ അടിച്ച ശേഷം അതിന്റെ ജ്യൂസാണ് നിങ്ങൾ കഴിക്കേണ്ടത്. കാരണം അതിനകത്ത് ഒരുപാട് ദഹിക്കാൻ പാടില്ലാത്ത കുറെ കമ്പോണൻസ് ഉണ്ട്. സൺഫ്ലവർ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് സൺഫ്ലവർ. പിന്നെ കടുക്, പിന്നെ ബ്രൊക്കോളി. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ മൈക്രോഗ്രീൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടാവണം അല്ലെ. നമുക്ക് മൈക്രോഗ്രീൻസിന് ഒരു ട്രേ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോമൺ ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. അപ്പം 3 തൊട്ട് 4 ഇഞ്ച് വരെ നമ്മൾ അതിലേക്ക് സോയിൽ സെറ്റ് ചെയ്തിടും. ഇപ്പം ഞാനൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ കൊക്കോ പീറ്റ്, ചകിരിച്ചോറ്, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ നനച്ചത്, എന്ത് വേണമെങ്കിലും നമുക്കൊരു ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതിപ്പോ നിങ്ങൾ നേരത്തെ കണ്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്നും കൂടി കാണിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് കടുകിന്റെ വീഡിയോയാണ്. കട്ട് ചെയ്തെടുക്കുന്ന മോൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇപ്പൊ മൈക്രോ ഗ്രീൻസിന്റെ സീഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഡിമാൻഡ് അനുസരിച്ച് മാത്രമേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇത് ഓരോന്ന് മേടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ചകിരിച്ചോറ് ആദ്യമേ ഒരു ലെയർ ഇട്ടു, അതിലേക്ക് ബേസിൽ സീഡ്സ് ഒക്കെയാണ് അതിലിട്ടിരിക്കുന്നത്. ചിലവർ ഈ തുളസിയുടെ സീഡ് ഇടും, ചിലവര് കടുക് ഇടും, ഉലുവ ഇടാറുണ്ട്. അങ്ങനെ പല പല സീഡുകളാണ് ഇതിലേക്ക്. ആദ്യം തന്നെ ഒരു 3 എന്തോ കാണുന്നില്ല, കാണിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ഈ സ്ലൈഡ് കാണാമോ? ഇല്ലല്ലോ. സ്ലൈഡിന്റെ എല്ലാവർക്കും പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കെല്ലാം കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, കാണുന്നുണ്ട്. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. പ്രസന്റേഷന്റെ അത് എടുക്കൂ. എന്റെ ഫോട്ടോ ഉള്ളത് എടുക്കരുത്. പ്രസന്റേഷൻ ഉള്ള സ്ലൈഡ് എടുക്കൂ കേട്ടോ. നിങ്ങൾ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതില് പ്രസന്റേഷൻസിന്റെ ഇത് വരും. എന്റെ ഈ ഫോട്ടോ ഉള്ളത് വരും. എന്റെ ഫോട്ടോ അല്ല, ഈ സ്ലൈഡിന്റെ ഫോട്ടോ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്നത് നമുക്കിപ്പോ അത് തന്നെ പർച്ചേസ് ചെയ്ത് മേടിക്കണം എന്നില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിരിയാണി വരുന്ന പാത്രമാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഒരു ട്രേ നല്ല നീറ്റ് ആയിട്ട് സാനിറ്റൈസ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള ട്രേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് 3 തൊട്ട് 4 ഇഞ്ച് വരെ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. നനച്ച് ഊറ്റി വെച്ച ചകിരിച്ചോറാണ്. ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കുന്ന ചകിരിച്ചോറ് യൂസ് ചെയ്യാതിരിക്കുക. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പറയാൻ. കാരണം നമ്മൾ ഊറ്റി വെച്ചെടുത്ത ഇതിലാവുമ്പോൾ കുറെ അഴുക്കുകൾ അതിൽ കൂടി തന്നെ പോകും. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ 3 തൊട്ട് 4 ഇഞ്ച് വരെ സെറ്റ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീഡ് തലേന്നൊന്ന് കുതിർത്തി വെച്ച ശേഷം ഇതിലേക്ക് ഇടാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മുളച്ച് വന്നാൽ ഇത് ഉണ്ട്. ഇപ്പൊ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം, മുളച്ച് വന്നാൽ അത് അതിന്റെ കറക്റ്റ് പാകത്തിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ചിലപ്പം ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അല്ലെ 7-ാം ദിവസം നല്ല വളർച്ച വെച്ചിട്ടുണ്ടാവും. 10-12 സെന്റിമീറ്റർ വരെ വളർച്ചയോടുകൂടി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത്
പയറിന്റെ കേസ് പറയുകയാണെങ്കിൽ, കടുകിന്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയാ, അത് ഹാർവെസ്റ്റ് ചെയ്യാം, 5 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി സമയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി. പിന്നെ പറയാം, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ചുവടൊന്ന് ഇതാവാൻ തുടങ്ങും, ചുവടൊന്ന് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ അത് എടുത്ത് പാക്ക് ചെയ്ത് വിടേണ്ടതാണ്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ടെമ്പറേച്ചർ? യൂഷ്വലി ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമ്മളൊരു ഒരുപാട് വെയില് വേണ്ട, 3 തൊട്ട് 4 മണിക്കൂർ വെയില് കൊണ്ടാലും മാക്സിമം നമ്മളൊരു 21 അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ചൂടുള്ള സമയത്ത് ചില ആൾക്കാർ പറയും ഇത് അത്രയും പെട്ടെന്ന് ആവുന്നില്ലെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും പച്ച തുണി വെച്ച് കെട്ടും. പക്ഷെ അപ്പൊ വീടിന്റെ സൈഡിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, വീടിന്റെ ടെറസിന്റെ സൈഡിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വെളിച്ചം അധികം കയറാത്ത പച്ച തുണി വെച്ച് കെട്ടുക. മുകളിൽ ഷീറ്റ് ഉണ്ടാവുമല്ലോ ഓൾറെഡി. അല്ലെങ്കിൽ നിങ്ങൾ റൂമിന്റെ ഉള്ളിലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ AC ഉണ്ടെങ്കിൽ AC-യിൽ 21, 25 വരെ വെക്കാം. അല്ലെങ്കിൽ സാധാ റൂം ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഏറ്റവും ശല്യം എന്ന് പറയുന്നത്, ഇത് ജെർമിനേറ്റ് ചെയ്യണതിന് മുമ്പ് ഇതിലൊരു ഈച്ച വരും. ഈച്ച വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഫംഗസിൽ എന്തോ അറ്റാക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സോയിൽ, അതായത് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന കൊക്കോ പീറ്റില് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സീഡിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അതിലൊരു ഈച്ച പ്രാണി പോലെ വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ വെള്ളം ഒഴിക്കുന്ന രീതി സ്പ്രെയർ വെച്ചിട്ടാണ് നമ്മൾ സാധാ കുപ്പിയിലെ ഒരു സ്പ്രെയർ അറിയാലോ, നമ്മൾ എപ്പോഴും സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ഉണ്ട്. അതിലേക്ക് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ സോയിലിലേക്ക്, അതായത് കൊക്കോ പീറ്റിലേക്ക് നമ്മുടെ സ്പ്രെയർ വെച്ച് ഇതാക്കുക. ഇപ്പൊ ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കും. അപ്പൊ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്ത ശേഷം മൈക്രോ ഗ്രീനുകൾ നമുക്ക് പാക്ഡ് ആയിട്ടുള്ള സീൽ ചെയ്ത് സിപ്ലോ കവറിലാക്കിയോ നമുക്ക് കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് FSSAIയുടെ ലൈസൻസ് നമുക്ക് വേണം. പിന്നെ പാക്കിംഗ് ലൈസൻസ്, കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ പാക്കിംഗ് ലൈസൻസ് വേണം. പിന്നെ ഉള്ളതാണ് ഒരു ലൈസൻസും കൂടി ഉണ്ട്. പിന്നെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് സെല്ല് ചെയ്യാൻ. പക്ഷെ തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നു FSSAIയുടെ മാത്രം ലൈസൻസിങ് മാത്രം മതി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ലൈസൻസിങ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അത് ഞാൻ പറയാം. അപ്പൊ മൈക്രോ ഗ്രീനർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയത്തുള്ളൂ. അപ്പൊ നമുക്ക് മൈക്രോ ഗ്രീൻസിലേക്ക് പോവാം. ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്കിലോട്ട്, അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പോകും. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ, ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ, ഒരു ട്രേ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. ഈ ട്രേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കാണാൻ പറ്റും തോന്നുന്നു. ഒരു ട്രേ, സാധാ ഒരു ട്രേ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ട്രേ ഉണ്ട്. ഇതിലേക്ക് ഞാനിപ്പോ എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പറാണ്. കണ്ടോ, ടിഷ്യൂ പേപ്പർ എല്ലാവർക്കും അറിയാം. ഈ ടിഷ്യൂ പേപ്പർ ഞാൻ ഈ ഒരു ബേസിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബേസിലേക്ക് വെച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. പറ്റുമെന്ന് അറിയില്ല, നോക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഗൂഗിൾ മീറ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യാം. ഇത് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതുപോലെ എഫക്റ്റീവ് ആയിട്ട് ഇന്ന് പാലക്കാട് ഒരു ദാസ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്. സാർ ഇപ്പം അതിന്റെ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് വരെ ചെയ്യുന്നുണ്ട്. സാറ് ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ പാലക്കാടുള്ള പുള്ളി നമ്മളോട് ഡൗട്ട് ചോദിച്ചു. സാറ് ആദ്യം വലിയ വലിയ അവരുടെ തന്നെ വീട്ടിലെ സൈഡിലാണ് ചെയ്തത്. വീട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് ചെയ്തതാണ്. സാറ് ചെയ്തത് കൊക്കോപീറ്റിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു ബേസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ടിഷ്യൂ പേപ്പർ, നോർമൽ ടിഷ്യൂ പേപ്പർ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നോർമൽ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ സെറ്റ് ചെയ്തു.
അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നനഞ്ഞാൽ മതി, ഇതിന്റെ ബേസ് ഒന്ന് നനഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ കുതിർത്തി വെച്ച പയറുണ്ട്. ചില മുള വന്നത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇന്നിപ്പോ രാത്രി കുതിർത്തി വെച്ച് പിറ്റേ ദിവസം രാവിലത്തേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ കുതിർത്തി വെച്ച പയർ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈവണായിട്ട് ഇട്ട് കൊടുക്കുന്നു. സ്പ്രെഡ് അധികം തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത്, ഈവണായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിലാണ്. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഞാൻ ആദ്യം ചെയ്ത കൊക്കോപീറ്റിലാണ്. കൊക്കോപീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറാണ്. ഇത് നിങ്ങൾക്ക് കാണാതിരിക്കും, കണ്ടോ? ഇതുപോലെ ഒരു ഈവണായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ക്രൗഡ് ചെയ്ത് ഇട്ട് കൊടുക്കാണ്ട് ഈവനായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് നമ്മള് വേറൊരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു ഇതെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കണം ഇതിന്റെ മുകളിൽ. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ? ഇത് ഞാൻ ചകിരിച്ചോറിൽ ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ മുള വന്നേക്കുന്നത് കണ്ടോ? നോർമൽ ബേസ് ആണ്, നമ്മുടെ നോർമൽ ഹോൾ ഇട്ടിരിക്കുന്ന ഡ്രെയിൻ. കുറച്ച് വെള്ളം പോകാൻ വേണ്ടി ഞാൻ 2-3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 തൊട്ട് 4 ഇഞ്ച് വരെ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ സീഡ് ഇട്ട് കൊടുത്തു. ഇതിപ്പം 4ാമത്തെ ദിവസം കണ്ടോ മുള വന്നേക്കണുണ്ട്. ഇത്ര ഈവൺ ആയിട്ട് ഇങ്ങനെ ക്രൗഡ് ചെയ്തിടേണ്ട ആവശ്യമില്ല, ഈവൺ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ ഒരു 3-4 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. 3-4 ഗ്രാം. അപ്പൊ 12 ഗ്രാമോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പം അത്രയും തന്നെ വിളവെടുത്തു. ഇതെന്ന് പറയുന്നത് ഉലുവയാണ്. കണ്ടോ? ഉലുവ ഇട്ടേക്കുന്നുണ്ടോ? കണ്ടോ? ഇപ്പൊ ഉലുവയുടെ സീഡ് ഇട്ടേക്കാണ്, അതും ചകിരിച്ചോറ്. ഉലുവ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൈം എടുക്കും മുളച്ച് വരാൻ വേണ്ടി. ചിലവർ പറയും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് പിടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് വാഷ് ചെയ്തിട്ട് ചിലവര് ഈ മീഡിയത്തിലേക്ക് ബാവിസ്റ്റിൻ ചേർക്കും. ബാവിസ്റ്റിൻ ചേർക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫംഗൽ അറ്റാക്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇതിന്റെ ശല്യം എന്ന് പറയുന്നത് ഈ ഫംഗൽ അറ്റാക്കാണ്. ഫംഗസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ശല്യം. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ വേണേൽ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറിലും സെറ്റ് ചെയ്യാം. അപ്പൊ ഈ ചകിരിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ച സാധനത്തിന്റെ മുകളിൽ പ്രഷറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച പ്രഷറായിട്ട് നമുക്ക് അടുത്ത നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുക. അതിങ്ങനെ മുകളിലേക്ക് എടുത്തു. അപ്പൊ ഈ പ്രഷർ കൊണ്ട് ഈ ചെടി വളരും, പ്രഷർ കൊണ്ട് ഈ സീഡ് വളരും. അത് കഴിഞ്ഞ് അത് ഒരു ദിവസം മതി. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ഇത് സ്പ്രൗട്ടിങ് തുടങ്ങും. ഈ സ്പ്രൗട്ടിങ് തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് അത് മാറ്റി വെച്ച് അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് വളർത്താം. വളർത്തുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 തൊട്ട് 25 വരെ ആക്കാം. അതുപോലെ തന്നെ വെള്ളം നനയുന്ന രീതിയിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേ വെച്ചിട്ട് നന്നായിട്ട് ഈവനായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീവ് പാടില്ല, അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചീവും എല്ലാവർക്കും അറിയാം. ഈച്ച വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഫംഗൽ അറ്റാക്കും ഉണ്ട്, അടി ചെയ്യാൻ തുടങ്ങും, ഫംഗസ് വരാൻ തുടങ്ങും. അപ്പോഴേക്കും നിങ്ങൾ ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഈ ബേസ് സീഡെല്ലാം മാറ്റിയ ശേഷം ബേസ് ഒന്ന് ആവിക്ക് വെക്കാനാ പറയുന്നത്. ആവിക്ക് വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുക. എന്നിട്ട് അത് രണ്ടാമതൊന്നും കൂടി അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലുള്ള ഫംഗസ് എല്ലാം നശിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ചെയ്ത ശേഷം ആവിക്ക് വെച്ച് ഡ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രെയിൻസ് ഇതിൽ കാണപ്പെടുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഒരു മഞ്ഞ നിറം വരും. ഫംഗസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിന്റെ കളർ ഒന്ന് മാറും. ടിഷ്യൂ പേപ്പറിന്റെ കളർ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ പാച്ചസ് പോലെ വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമുക്ക് ഫംഗൽ അറ്റാക്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈവൺ ആയിട്ട് നമ്മൾ സീഡ് ഇതാക്കാൻ നോക്കുക. ഇടയ്ക്കൊന്ന് നോക്കുക, ചെടിയിൽ ഒന്ന് വളർന്ന് എത്തിയ ശേഷം, അതായത് 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് സ്പ്രൗട്ടഡ് ആയിട്ടുണ്ടാവും. 2 ഇല പാകത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 2 ഇല പാകത്തിൽ. ഇപ്പൊ മുളച്ച് വരുന്ന ഒരു
കണ്ടോ? അത് കാണാൻ പറ്റുമായിരിക്കും. മുളച്ച് വന്നിരിക്കുന്നതാണ്. മുളച്ച് സ്പ്രൗട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ്. 2 ഇല പാകത്തിന് ഇതിപ്പം പയറായതുകൊണ്ട് ഒരു 10 തൊട്ട് 12 സെന്റിമീറ്റർ വരെ അത് നന്നായിട്ട് പൊങ്ങി നിൽക്കും. കടുകാവുമ്പോ അത്ര ഉണ്ടാവത്തില്ല. 8 അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ വരെ കടുകിന്റെ ഹൈറ്റ് ഉണ്ടാവും. സൺഫ്ലവർ ആകുമ്പോൾ ഇത് തന്നെ പയറിന്റെ അതേ എഫക്റ്റ് തന്നെയാണ്. പയറിന്റെ അതേ എഫക്റ്റ് നമ്മുടെ കയ്പുണ്ട്. അപ്പൊ നിങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പാക്കിങ്ങിന് കൊടുക്കുമ്പോൾ പാക്കിങ്ങിന് നമ്മൾ കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഇടുവാണെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടണം. മിക്സ് ചെയ്ത് ബാക്കിയുള്ള മൈക്രോ ഗ്രീൻസിന്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആളുകൾ അത് പ്രിഫർ ചെയ്യൂ. അപ്പൊ ഇതാണ് മൈക്രോ ഗ്രീൻസിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. ട്രേ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പൊ ട്രേ നമുക്ക് മേടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വീടുകളിലുള്ള ട്രേ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ 3 തൊട്ട് 4 ഇഞ്ച് വരെയുള്ള കനത്തില് ബെഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സീഡ് ഇട്ട ശേഷം അതിന്റെ മുകളില് അത് മുളപ്പിക്കാൻ വേണ്ടി ചിലവര് സീഡിന്റെ മുകളില് ഒരു ലെയറും കൂടി ഈ കൊയർ പീറ്റ് ഇടും. അതായത് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കും. സൗണ്ട് ഇല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. സൗണ്ടെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ബേസിന്റെ മുകളില് ബേസ് നല്ല സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ആയിരിക്കണം. ഏറ്റവും ഇതിന്റെ അകത്ത് നഷ്ടം സംഭവിക്കുന്നത് ചീയലാണ്. അത് ചോട് വെച്ച് ചീഞ്ഞു പോകും. അതുകൊണ്ട് ചിലര് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നല്ല, ബാവിസ്റ്റിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചകിരിച്ചോറ് മിക്സ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മള് ഇത് ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചെറുപയർ ആദ്യം നോക്കുക, കടുക് നോക്കുക, വലിയ പയർ നോക്കുക. അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോ ഈ വീഡിയോ കാണിച്ചതുപോലെ ചില സീഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. പാച്ചൂട്ടി, കുറെ സീഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ബ്രൊക്കോളി, ക്യാബേജ്, റാഡിഷ് കണ്ടോ? റാഡിഷിന്റെ ഒക്കെ കണ്ടോ? റാഡിഷിന്റെ സീഡ്, പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ സൺഫ്ലവർ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാൻ നോക്കുക. കാരണം ടേസ്റ്റ് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ആരൊക്കെ മ്യൂട്ട് മൈക്ക് ഓൺ ആണല്ലോ. മൈക്ക് ഓൺ ആണ്. അപ്പോ ഇതാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്ന ഒരു സംരംഭം. മൈക്രോഗ്രീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നമ്മൾ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ തേയ്മാനം ഉള്ളവർക്കാണെങ്കിൽ, ക്യാൻസർ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതൊരു ഉപയോഗമായിരിക്കും. അതുപോലെ തന്നെ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാര്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ പാലക്കാടുള്ള പുള്ളി ഇതിന്റെ പ്രോട്ടീൻ പൗഡറിനൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ സ്മൂത്തീസ് ആയിട്ട് കൊടുക്കും, പ്രോട്ടീൻ ഡ്രിങ്ക് ആയിട്ട് കൊടുക്കും. പിന്നെ ഇപ്പൊ പുതിയ ഇത് തുടങ്ങിയിരിക്കുന്നത് ചെറുധാന്യങ്ങളുടെ ഇതിലാണ്, മില്ലറ്റ്സ്, റാഗി. ഞാനിത് സെമിനാർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ റാഗി മുളപ്പിച്ചത് വരെയും എന്നെ കാണിച്ചു തന്നു. റാഗി മുളപ്പിച്ച് അതിന്റെ മൈക്രോഗ്രീൻ സെല്ലിയാണ് കാണിച്ചു തന്നു. ഇപ്പൊ സെല്ലിങ്ങില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു ലോഗോ വേണം, നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ വേണം, FSSAIയുടെ രജിസ്ട്രേഷൻ വേണം. അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കൃഷി ഫൗണ്ടേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത് ലൈസൻസ് എടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫർദർ ആയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് സംസാരിക്കാം. അപ്പം അതിൽ കൂടി നമുക്ക് അതിന്റെ ലൈസൻസും കാര്യങ്ങളും പാക്കിങ്ങും എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണ്. അടുത്ത വിഷയം, അതായത് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് അതിന്റെ സെറ്റിങ്ങും അതിന്റെ കൾട്ടിവേഷനും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ പാർട്ട് നോക്കാം. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ എന്തെല്ലാം ഐഡിയാസ് ആണ്, വേറെ എന്തെല്ലാം മാർഗത്തിലൂടെയാണ് നമുക്കൊരു സംരംഭം തുടങ്ങാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് സോയിൽ ഇല്ലാണ്ട് വളർത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ്. ഇത് വേൾഡ് ഫേമസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിന്റെ പുറകെയാണ്. എല്ലാവരും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോഴും നമ്മൾ കുറെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്രോഗ്രീനിന്റെ
ന്യൂട്രിയൻസ് പല കമ്പനീസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്, പല പല കമ്പനീസ്. ഇത് നിങ്ങൾ കാണുന്നത് ഈ ഒരു മൈക്രോഗ്രീൻ സെറ്റപ്പ് ആക്കുന്നെങ്കിൽ എന്തോരം എഫേർട്ട് ഉണ്ടെന്നറിയോ? ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ PVC പൈപ്പാണ്. ഹൈ ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നില്ല. ഞാനിപ്പോ വീഡിയോ ഞാൻ ഓഫ് ചെയ്തേ. ഇപ്പൊ ഞാൻ നേരെ പ്രസന്റേഷനിലേക്ക് കയറുകയാണേ. കാണാൻ പറ്റും. യെസ്. അപ്പം ഇതില് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ന്യൂട്രിറ്റീവ്, ആ വെള്ളത്തിൽ എത്രമാത്രം ന്യൂട്രിയൻസ് നിങ്ങൾ കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ മിനറൽസും എസെൻഷ്യൽ എലമെന്റ്സ് ഒക്കെ കൊടുക്കുന്നു, അതിനകത്ത് എത്രമാത്രം എയറേഷൻ ഉണ്ട്, അതിന് ചുറ്റിനുള്ള ഗ്രീനറി, അതായത് ഗ്രീൻ ഹൗസ് എത്രയുണ്ട്, എത്രമാത്രം വെയിൽ കയറുന്നുണ്ട്, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഹൈഡ്രോപോണിക്സ് കൃഷി. ഇപ്പൊ നിങ്ങള് ഹൈഡ്രോപോണിക്സ് കൃഷി രീതികളെ കുറിച്ച് കുറച്ചും കൂടി അറിയാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് കണ്ടോ, ഇതാണ് ഒരു സെറ്റപ്പ്. ഇതിപ്പോ എത്ര പൈപ്പ് ഉണ്ട് ഇവിടെ? 1 2 3 4 പൈപ്സ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഹോൾ ഇട്ടിട്ട്, ഇത് നിങ്ങൾ ഇതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 2 തട്ട് പണിതിട്ട് അതിലേക്ക് 2 ട്യൂബ് ഇട്ട് കൊടുക്കുക, അഡീഷണൽ അറ്റാച്ച്മെന്റ് കൊടുക്കുക, അറ്റാച്ച്മെന്റ്സ് കൊടുക്കുക, ഒരു പമ്പ് റെഡിയാക്കി വെക്കുക. പമ്പ് മേടിക്കാനും കിട്ടുന്നുണ്ടോ? ഇതാണ് പമ്പ്. വീഡിയോ ഇടുന്നുണ്ടോ ഇപ്പൊ? ഞാനിപ്പം അടുത്ത ഇതിലേക്ക് പോയിട്ടുണ്ട്. വീഡിയോ അല്ല, ഞാനൊരു പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ എന്റെ PPT-യിലേക്ക് ഒന്ന് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് എടുത്തിട്ട് PPT-യിലേക്ക് ഒന്ന് പോയാൽ മതി, അപ്പൊ കാണാൻ പറ്റും. പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും എന്റെ PPT-യുടെ ഇത് കാണാം. ഫോൺ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക, എല്ലാ പാർട്ടിസിപ്പൻസ് നോക്കുമ്പോൾ ഒരെണ്ണത്തില് എന്റെ ഇത് മാത്രം കാണാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ 7500 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആമസോണിലുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ സ്വന്തം രീതിയിൽ ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരു ഫുഡ് ഗ്രേഡ് പൈപ്പ് മേടിക്കുക, 2 4 ഹോൾ ഉണ്ടാക്കി കൊടുക്കുക, ഗ്രിൽ ചെയ്ത് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ചെറിയ പ്ലാസ്റ്റിക് സാധനം മേടിക്കാൻ കിട്ടും. അതിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക, മുളപ്പിച്ച് പ്ലാന്റ് ഇട്ട് കൊടുക്കുക. പ്ലാന്റ് ഇട്ട് കൊടുത്ത ശേഷം ന്യൂട്രിയൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ന്യൂട്രിയൻസ് ഹൈഡ്രോപോണിക്സിന് വേണ്ടി മാത്രം ന്യൂട്രിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ ഇപ്പം ചിലർ ഇത് അക്വാപോണിക്സ് ആക്കാറുണ്ട്. താഴെ അതിനെ മീൻ വളർത്തുന്ന കേന്ദ്രമാക്കിയിട്ട് മീനിന്റെ വെള്ളമാണ് ഇതിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓർക്കുക, ഇതിനും ഫംഗസ് അറ്റാക്ക് ഉണ്ട്. കാരണം എന്താ? ഈ വെള്ളം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം എപ്പോഴും മൂവിങ് ആയിരിക്കണം, എയറേറ്റഡ് ആയിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിരിക്കണം. മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആണ് ചെടികൾക്ക് അതനുസരിച്ച് നോറിഷ്മെന്റ് കിട്ടുള്ളൂ, അത് വളരാൻ പ്രവർത്തിക്കത്തുള്ളൂ അല്ലെ? അപ്പൊ ഈ ഹൈഡ്രോപോണിക്സിന് പല ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ചിലവര് ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ലായനികൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ എന്താണ് പഴത്തിന്റെ തൊലി അരിഞ്ഞിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് അരിച്ച് അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ഡിസ്റ്റിൽ വാട്ടർ ആണ്. അതായത് ചീത്ത വെള്ളമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് വാട്ടർ അല്ല. ഡിസ്റ്റിൽ വാട്ടറിലിട്ട് വെച്ച ശേഷം അത് അരിച്ചെടുത്ത ശേഷം അതുവരെയും നമ്മൾ ഈ ഹൈഡ്രോപോണിക്സിന്റെ വാട്ടർ മീഡിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ pH ഒരിക്കലും അസിഡിക്കോ ആവരുത്, ബേസിക്കോ ആവരുത്. ഓൾമോസ്റ്റ് ഒരു 6.8 റേഞ്ചിൽ pH മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതൊരു സംരംഭം, നിങ്ങൾക്ക് അതൊരു സെറ്റപ്പ് ആക്കാന്നുള്ളത്. ഇന്നിപ്പോ ഒരുപാട് IT ഉദ്യോഗസ്ഥർ അവരുടെ വീടിന്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ലൈവ് സ്റ്റോറീസിൽ കാണാം. അവര് ലെറ്റ്യൂസ്, ചീര, പൊന്നാങ്ങണി ചീര എന്ന് പറഞ്ഞ ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചീര, അത് അതിൽ സെറ്റ് ചെയ്തിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുകയാണ് ആൾക്കാർ. കൊറിയാണ്ടർ, മല്ലി, ഇതെല്ലാം ചെയ്ത് ആളുകള് എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ഔട്ട്ലെറ്റിലൂടെ അത് സെല്ല് ചെയ്യുകയാണ്. അതിലേക്കുള്ള FSSAIയുടെ കോഡും ലൈസൻസും പിന്നെ പാക്കിംഗ് ലൈസൻസും ഒക്കെ നേടി അതിനുള്ള ഫെസിലിറ്റീസ് തരാം, അതെല്ലാം നേടി തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൂടെ അവർ സെല്ല് ചെയ്യുകയാണ്. അത് തൃപ്തിയാവുന്നില്ലെങ്കിൽ പല പല സൂപ്പർ മാർക്കറ്റ് വഴി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളൊരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കാൻ നോക്കുക. ഇനിയുള്ള സംരംഭം നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് നഴ്സറിയാണ്.
പ്ലാൻ നഴ്സറി ഒരുപാടുണ്ട് അല്ലെ? നമ്മൾക്കറിയാം നമ്മുടെ ചുറ്റിനും പ്ലാൻ നഴ്സറീസ് ഉണ്ട്. പക്ഷേ പ്ലാൻ നഴ്സറിയിൽ എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച്? അത് സെല്ലായി പോകുന്നില്ല. എന്തുകൊണ്ട് സെല്ലായി പോകുന്നില്ല? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലോ ഒരു പ്ലാൻ നഴ്സറി വെച്ച് കഴിഞ്ഞാൽ അത് സെല്ലാവുന്നില്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. എവിടെയാണ് പ്ലാൻ നഴ്സറിയുടെ ആവശ്യം? ആർക്കാണ് ആവശ്യം? ഇന്നിപ്പോ അർബൻ ലാൻഡ്സ്കേപ്പിങ്ങോ ഇന്റീരിയർ ഡിസൈനിങ് ഉള്ള ആൾക്കാരൊക്കെ നഴ്സറിയുടെ പുറകെയാണ്. നഴ്സറിയിൽ നല്ല ഇനം പല കളർഫുൾ ആയിട്ടുള്ള ചെടികളിലെ സെയിൽ കിടക്കുകയാണ്. കാക്ടസ് എന്ന് പറയുന്ന സക്യുലൻസ് എന്ന് പറയും, അതിന്റെ സെയിൽ ഉണ്ട്. അത് ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ട്. അതിന്റെ പ്രൊപ്പഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതും ലാഭകരമായ ഒരു ബിസിനസ്സാണ് സക്യുലൻസ്. പിന്നെ ഉള്ളതാണ് പഴവർഗ്ഗങ്ങളിലെ തൈ വിൽപ്പന. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടുമാവിൻ്റെത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോർട്ടികോർപ്പും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ്. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആവുന്നില്ല. ഈ എന്താണ് മലയോര പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഇതുപോലെ വലിയ നഴ്സറി ഒക്കെ നടത്തുന്നുണ്ട്. ചന്ദനത്തിന്റെ തൈകള്, പിന്നെ തേക്കിന്റെ തൈകള്, അവരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കുറച്ച് തൈകളൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വിൽക്കുകയാണെങ്കിൽ കുറച്ച് ലാഭത്തിന് നമുക്കത് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും നടക്കാത്ത ഒരവസ്ഥയാണ്. നമ്മൾ നമ്മുടെ വീടിന്റെ സൈഡിലോ നമ്മുടെ റോഡിന്റെ സൈഡിലോ കൊണ്ട് അല്ലെങ്കിൽ ഒരു കടയിൽ കൊണ്ട് ഏൽപ്പിക്കുന്നതല്ല നമ്മുടെ ബിസിനസ്. അത് 4 പേര് അറിയാൻ വേണം. അപ്പൊ അതിന് നമുക്കൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റലൈസേഷന്റെ കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് കൃഷി എന്ത് ചെയ്താലും നാട്ടുചന്തയിൽ കൊണ്ട് വിറ്റാലും എത്ര ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്? ഇല്ല. അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു ഇൻസ്റ്റാ പേജ്, നമുക്കൊരു ഫേസ്ബുക്ക് പേജ്, നമുക്കൊരു ബാക്കിയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കയറി നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, നമുക്ക് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ സെല് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയും കൂടിയുണ്ട്. അടുത്ത ബിസിനസ് എന്ന് പറയുന്നത് മെഡിസിനൽ ചെടികളാണ്. കേരള ആയുർവേദ ലിമിറ്റഡ്, അർജുന ഫാർമസി, എന്തെല്ലാം ഫാർമസികളാണ് ഇന്ന് പുറത്തു വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവര് മഞ്ഞൾ പൊടിച്ചത് അല്ലെങ്കിൽ കൊടങ്ങലിന്റെ ഇല, കേരള ആയുർവേദ ലിമിറ്റഡ് അത്താണി കൊടങ്ങലിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഇല 10 കിലോ കൊടുക്കുമെന്ന് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന്. കുറുന്തോട്ടിയുടെ വേര്, അത് കുറുന്തോട്ടി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് അല്ലെ, കുറെ ടൈപ്പ് ഉണ്ട്. അതില് കുറുന്തോട്ടിയുടെ കോർഡിഫോളിയ എന്ന് പറയുന്ന സ്പീഷീസിന്റെ വേരാണ് അവർക്ക് വേണ്ടത്. കോമൺലി കാണുന്ന കുറുന്തോട്ടി അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ആ കൃഷി രീതികൾ, ഇപ്പം നേരത്തെ പറഞ്ഞ സാറിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലത്ത് ഈ മെഡിസിനൽ പ്ലാന്റിന്റെ കൃഷി ചെയ്യുവാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, എന്താണ് ചർക്ക എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതൊരു വാണിജ്യ വ്യവസായത്തിലുള്ള ഒരു ആപ്പാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കി പൊടിച്ച് നിങ്ങൾ അതിലേക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപയെന്ന് ഫിക്സ് ചെയ്യാം. ഈവൻ മുരിങ്ങയുടെ ഇല വരെയും ആളുകൾ ഇന്ന് വിൽക്കുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം. റോ മെറ്റീരിയൽ സെല്ല് ചെയ്യണേന് നിങ്ങൾക്ക് ആയുഷ് മിഷൻ, ആയുഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോ മെറ്റീരിയൽ സെല്ല് ചെയ്യണേന് ഇത്ര റോ മെറ്റീരിയൽ നിങ്ങൾ അവർക്ക് സെല്ല് ചെയ്യണേന് വരെയും നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ചെടി പൊടിച്ചു കൊടുക്കുന്നതുണ്ട്, ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ വരെ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം എല്ലാവരും വിദേശ യാത്രയിലും വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുന്നവരാണ്. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളയിൽ നിന്ന് കറിവേപ്പ് വേണം അവർക്ക്. എന്തിനാണ്? അവിടെ കറിവേപ്പിന്റെ രണ്ട് എന്താണ് കമ്പനി അവര് വെക്കുന്നത് ഇത്ര $ആണ്. ഇന്ന് അത് പൊടിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ് പൊടിച്ചത്. അങ്ങനെയുള്ള പല പല കൃഷി രീതികളാണ്. നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൃഷി രീതി സ്റ്റാർട്ട് ചെയ്യണം. കുടുംബം അതിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നു അല്ലെ? എന്തോ ന്യൂസ് കേൾക്കാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതിപ്പോ നിങ്ങൾ കാണാം എസെൻഷ്യൽ ഓയിൽ മേക്കിംഗ്. അത് നമ്മൾ ഒരു R&D ആയിട്ട് നിന്ന് ചെയ്യേണ്ടതാണ്. നമ്മുടെ വീട്ടില് ഒരു മെഷീൻ മേടിച്ച് വെക്കാനുണ്ട്, അതിൽ നിന്ന് ഓയിൽ എടുക്കാനുണ്ട്. ആ ഓയിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കൊപ്പറ ആട്ടുന്നുണ്ട് ചില ആൾക്കാർ നല്ല രീതിയിൽ. ഇവിടെ ഗവൺമെന്റിന്റെ ഫെസ്റ്റ് നടക്കാറുണ്ട് കോക്കനട്ടിന്റെ. അന്ന് നിങ്ങൾക്ക് അവിടെ പോയി ഒരു സ്റ്റോൾ എടുത്തിട്ട് അവിടെ ബുക്ക് ചെയ്ത് നിങ്ങൾ സെല് ചെയ്യണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം.
അതിന് നിങ്ങൾ എന്തെല്ലാം പ്ലാറ്റ്ഫോംസുകൾ ഉണ്ടോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അവിടെ ഒരു ഫെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ പോകണം. ഇന്ന് UC കോളേജിൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് ഫെസ്റ്റ് നടന്നു. കാർഷിക വിപണനം ഇന്റർനാഷണൽ ആണ്. അന്ന് എത്രയോ ആൾക്കാർ അവിടെ പോയെന്നറിയോ? പല ഇനം കിഴങ്ങുകളാണ് അവിടെ വിറ്റത്. പല ഇനം കിഴങ്ങുകൾ. നമ്മൾ കപ്പ മാത്രം നോക്കിയിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കാച്ചിൽ മാത്രം നോക്കിയിരിക്കുക, ചേന മാത്രം നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ആ ഒരു കൃഷി രീതിയെ മാറി. ഇന്നിപ്പോ നിങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട്, ഇത്ര ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൃഷി രീതികൾ നിങ്ങൾ പരീക്ഷിക്കുക. പരീക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഔട്ട്സൈഡ് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ശ്രമിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്റ്റാ പേജ്, ഒരു ഫേസ്ബുക്ക് പേജ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, കൃഷിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് സെല്ല് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. അതെല്ലാം നമ്മുടെ ഒരു ജീവിത ശൈലികളെ തന്നെ മാറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നീം, കറിവേപ്പില, ആര്യവേപ്പ്, മഞ്ഞൾ പൊടിച്ചത്, ഓണാട്ടുകര മഞ്ഞൾ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മഞ്ഞൾ പൊടിച്ചത്. അടുത്ത സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ ചായ, ഹെർബൽ ചായ. ഹെർബൽ ചായ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഹെർബൽ ടീ എന്ന് പറയുന്നത് ഇന്നിപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് റോസ്മേരി എന്ന് പറയുന്ന ഇല. ഇന്നിപ്പോ ആമസോണിൽ നമ്മൾ നോക്കുമ്പോൾ 180 രൂപ, 200 രൂപ, 500 രൂപ തൊട്ട് ഇത്ര 100 ഗ്രാം, 250 ഗ്രാം വിൽക്കുന്നുണ്ട്. ഈ റോസ്മേരിയുടെ തൈ നമ്മുടെ കാലാവസ്ഥയിൽ റോസ്മേരി വളരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റില് എടക്കൊച്ചി പള്ളുരുത്തിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ റോസ്മേരിയുടെ ഇനങ്ങൾ വളർത്തി. പക്ഷെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പോയി. അപ്പോൾ റോസ്മേരിയുടെ തൈകൾ നമ്മൾ ചെയറിന്റെ അടിയിലോ അധികം മഴവെള്ളം വീഴാത്ത സ്ഥലത്തോ അല്ലെ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോസ്മേരി വളർത്തിയെടുക്കാം. എന്തോരം തൈകളാക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ അതിന്റെ തൈ മേടിച്ചത്. അത് പുഴമണ്ണിലൊന്നും അല്ല നടേണ്ടത്, ചെങ്കൽ മണ്ണ് മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. അതുപോലെ തന്നെ റോസ്മേരിയുടെ ഇത് പാക്കറ്റ്സ് മേടിക്കാൻ കിട്ടും. അത് സിംഗിൾ ആയിട്ട് റോസ്മേരിയുടെ ചായയുടെ സാഷെ വരെ നമുക്കത് മേടിക്കാൻ കിട്ടും. സാഷയിലാക്കിയിട്ടാണ് വിൽക്കുന്നത്. ഹിബിസ്കസ്, ചെമ്പരത്തിയുടെ ഫ്ലവർ, ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ഫ്ലവർ, പിന്നെന്താണ്, അങ്ങനെ പല പല ഇനങ്ങള്, പല പല തേയില ഇന്ന് നിർമ്മാണത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് സിഞ്ചി എന്ന് പറയുന്ന കമ്പനി. സിഞ്ചി എന്തോണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനി നമ്മുടെ തനത് സ്വത്തായ ചെമ്പരത്തി, തുളസി, പുതിന, ഇതിന്റെയൊക്കെ ചായയുടെ കോമ്പിനേഷൻ അവർ അവിടെ കാലിഫോർണിയയിൽ വിൽക്കുകയാണ്. ഇന്ന് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ നോക്കിയപ്പോ സൈജീൻ എന്തോണ് ആ കമ്പനിയുടെ പേര്, സിഞ്ചിനോ സൈജീൻ, ആ കമ്പനി ഇന്ന് നമ്മുടെ ഹെർബൽ ചായ അവരവിടെ കാലിഫോർണിയയില് ഇത്ര രൂപക്ക് അതിന്റെ സെയില് നടത്തുകയാണ്. മനസ്സിലായോ? അപ്പോ അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഹെർബൽ ടീ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ബോട്ടണി എന്ന് പറയുന്ന വിഷയം എടുക്കുമ്പോൾ ഇന്ന് 4 ഇയർ UG പ്രോഗ്രാമില് നമ്മൾ കൊണ്ടുവരുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. സംരംഭത്വം വളർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെഡിസിനൽ ചെടി കൊണ്ട് എനിക്ക് എന്ത് സംരംഭം ഉണ്ടാക്കാൻ പറ്റും? ഈ ഒരു ഫാം ലാൻഡ് കൊണ്ട് എനിക്ക് എന്ത് സംരംഭം ഉണ്ടാക്കാൻ പറ്റും? ഹെർബൽ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റോസ്മേരിയുടെ ഓയില്, ഹെർബൽ സോപ്പുകള്, പിന്നെന്താണ് ഫേസ് വാഷ്, ക്രീമുകൾ, ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ ഹൈലി ഡിമാൻഡഡ് ആണ്. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റാറ്റസില് ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ ഒരു ഹെർബൽ സോപ്പോ അല്ലെങ്കിൽ ഒരു ഹെർബൽ കോസ്മെറ്റിക്സിന്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു റിപ്ലൈ വരുന്ന എന്താണ്, ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ, ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ എന്നാണ്. അപ്പൊ അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഹെർബൽ കോസ്മെറ്റിക്സ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകള്, പരിമിതികളുള്ള ഭൂമിയുള്ള ആൾക്കാര് ഇന്ന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അലോവേറയുടെ കൃഷി നടത്താം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊരു വീഡിയോ കണ്ടതാണ്. തെങ്ങിന്റെ ചോട്ടില് അലവീറ നട്ടേക്കുന്നു.
തെങ്ങിന്റെ ചോടെന്നറിയാലോ, തെങ്ങിന്റെ ചോട് തടം കെട്ടി എല്ലാം പൊടിയും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് അതിന്റെ ചോട്ടില് അലവീറ നട്ടേക്കണം. നല്ല ഹൈലി ക്വാളിറ്റി ആയിട്ടുള്ള എന്താണ് ജെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എന്തോരം ഹെർബൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത്. എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അത്രയൊന്നും എത്തിക്കാനല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഏരിയയിലെ പരിമിതിയിൽ നമുക്ക് ചെയ്യാവുന്നത് 4 പേര് അറിയണം. അത് നിങ്ങളുടെ ചുറ്റിനും എന്താണ് ആവശ്യം, അപ്പുറത്തെ വീട്ടില് അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് എന്താണ് ആവശ്യം, രോഗിയായി കിടക്കുന്ന, അസുഖമായി കിടക്കുന്ന, ക്യാൻസർ ബാധിതയായി കിടക്കുന്ന അവർക്ക് നമുക്ക് വിഷരഹിതമായി എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ചെറിയ സംരംഭം ഒരു ചെറിയ മുതൽ മുടക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? നമുക്ക് അതല്ലേ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ. കേരള ഗവൺമെന്റ് പുത്തൻ സംരംഭങ്ങൾ ആക്കാൻ വേണ്ടി എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇനിയുമുണ്ട് ഐഡിയാസ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൂൺ കൃഷി, ഗവൺമെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് 100 കൂൺ കൃഷി കൂടുകൾ, അല്ലെ? അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓരോ ബ്ലോക്കിലും കൂണുകൾ. ഞങ്ങളുടെ ആലപ്പുഴ കോളേജില് കാഞ്ഞിരഞ്ചിറ വാർഡിലേക്ക് നമ്മൾ ഇതുപോലെ മഷ്റൂം കൾട്ടിവേഷനും അതിൻ്റെ അകത്ത് സ്പോൺ ഇടണതും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ ഏരിയയിൽ നമ്മൾ അതുപോലെ അവർക്ക് മൈക്രോ ഗ്രീൻസിന്റെ ട്രെയിനിങ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുന്നത്, ഏത് ടൈപ്പ് സ്പോൺ ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എത്ര ടെമ്പറേച്ചർ കൊടുക്കണം എന്നുള്ളതെല്ലാം മഷ്റൂം കൾട്ടിവേഷന് പിന്നെയും വെല്ലുവിളികളാണ്. ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഫംഗസ് വരെയും ഇതിൽ അറ്റാക്കാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും അറ്റാക്ക് വന്ന ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും ആ ബേസ്? അത് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒറിഗാനോ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒറിഗാനോ എന്ന് പറയുന്ന ഒരു പൗഡർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറ അത് കഴിക്കുന്നതുമാണ്, ശരിയല്ലേ? ഇപ്പോഴത്തെ ഒരു തലമുറ ഒറിഗാനോ എന്ന് പറയുന്ന ഇത് കഴിക്കുന്നതുമാണ്. അപ്പൊ ഇത് നോക്കിക്കേ, ഈ ഒരു ഇല നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതല്ലേ? ഇതെന്താണിത്? ഇത് എന്തിലയാന്നൊന്ന് പറയാൻ പറ്റും? പനിക്കൂർക്ക. ആ, പനിക്കൂർക്ക. പനിക്കൂർക്കാന്നെല്ലാം പറയും. ആ, അങ്ങനെ പറയും. ഈ പനിക്കൂർക്കയാണ് അതിനകത്ത് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒറിഗാനോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേസ്. ഈ പനിക്കൂർക്ക ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒപ്പം തുളസി എല്ലാവർക്കും അറിയാവുന്നതാണ്. തുളസി വരെയും ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒപ്പം ചില്ലി ഫ്ലേക്സും ഉപ്പും അതുപോലെ തന്നെ എന്താണ് ആ ഒരു മസാല കൂട്ട് ഉണ്ടാക്കിയ ശേഷം അതിനെ സിപ്ലോ കവറിലാക്കിയിട്ട് നമ്മൾ അത് സെല്ല് ചെയ്യുന്നതാണ്. ഒരു പാക്കറ്റിന് 90 രൂപ വെച്ച് സെല്ല് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാഭകരമായ കൃഷി രീതി ഒരെണ്ണം. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരെണ്ണത്തിലല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഒരു കാര്യത്തിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷി രീതിനെ വളർത്തിയെടുക്കണം. മാർക്കറ്റ് എന്താണ്? ഇപ്പൊ ഈ ഒരു ഒറിഗാനോ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് നോക്കുക. നമ്മുടെ ചുറ്റിനും അല്ല. ഇപ്പൊ ഡൊമിനോസ് പോലത്തെ പിസ്സ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെയാണ് മാർക്കറ്റിംഗ് ടാർഗറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അടുത്ത സംരംഭം എന്ന് പറയുന്നത് ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് നിങ്ങൾ കേട്ട് കഴിഞ്ഞ കാര്യമാണ്. മണ്ണിര എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, കരിയില ഇട്ട് കൊടുക്കുക, ബിന്നിലിട്ട് കൊടുക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അത് വരും. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും ഇപ്പൊ ഇനോക്കുലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് വീട്ടില് കമ്പോസ്റ്റ് ഇല്ല, ഇനോക്കുലം കിട്ടും. അപ്പൊ ഇനോക്കുലം എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ഇനോക്കുലം എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? നമ്മുടെ ഏരിയയിൽ കാണുന്ന കരിയിലകളെല്ലാം കളക്ട് ചെയ്ത ശേഷം അതിലേക്ക് തൈര് നമുക്കറിയാലോ, തൈര് ഡൈല്യൂട്ട് ചെയ്ത് തൈര്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പിന്നെ അതുപോലെ തന്നെ പച്ചയില അറിയാലോ, പച്ചയില, പിന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന മസാലയുടെ വെള്ളം, നമ്മൾ കഴുകുന്ന പാത്രത്തിന്റെ വെള്ളം, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുന്നതാണ് ഒരു ഇനോക്കുലം എന്ന് പറയുന്നത്. ഈ ഇനോക്കുലം നമുക്ക് ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് സെല്ല് ചെയ്യാം. ഇനി ഞങ്ങളുടെ ആലപ്പുഴയിലെ ഏറ്റവും കൂടുതൽ
എന്താണ് കാണപ്പെടുന്ന കുളവാഴ ഉണക്കി പൊടിച്ച് ഇതുപോലെ ഇനോക്കുലം ആക്കി വിൽക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഇലകളെല്ലാം ഉണക്കി പൊടിച്ച് കമ്പോസ്റ്റ് ആയിട്ട് വിൽക്കാം. ബെർമി കമ്പോസ്റ്റ്, അതായത് എർത്ത് മണ്ണിരയുടെ പോലെ തന്നെ, മണ്ണിര കമ്പോസ്റ്റ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കരിയില കമ്പോസ്റ്റ്. ചാണകമൊന്നും വേണ്ട ഇതില്. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന വേസ്റ്റായി കളയുന്ന വെള്ളമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ചെറിയ സംരംഭം, ചെറിയ മുതൽ മുടക്ക് അല്ലെ? അപ്പൊ അതിൽ കൂടെ നമുക്ക് നല്ല ലാഭം കിട്ടണം. നമുക്കത് വീട്ടിൽ തന്നെ തുടരാം അല്ലെ? അതിന് നമുക്ക് എന്താ വേണ്ടത്? ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫോണില് ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ അയൽവാസികൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കള്. നമുക്ക് അതിൽ കൂടി സെല്ല് ചെയ്യാം. അതുപോലെ നിങ്ങൾ മാർക്കറ്റ് ലെവലാണ് നോക്കുന്നെങ്കിൽ ചെറുകിട രീതിയിൽ മാത്രം നോക്കിയാൽ പോരാ. വാണിജ്യ രീതിയിൽ നമ്മൾ ബിസിനസ് വലുതാക്കാൻ ശ്രമിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഋഷി ഫൗണ്ടേഷൻ, എന്റെ കൃഷി.com ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്.